വെളിവിലായിരിക്കുന്ന ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു രാത്രികാലം കൂടി കടന്നു വരുവാൻ വെളിവിലായിരിക്കുന്ന ദൈവം കൃപ ചെയ്യുന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ രാത്രികാലം കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നതായ നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർത്തതായ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ എത്ര നല്ലവനായിരിക്കുന്ന കർത്താവ്. ഈ രാത്രികാലം എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ, എല്ലാ ഹൃദയങ്ങളും തുറന്ന് ദൈവത്തിലേക്ക് മാത്രം നോക്കുവാൻ ഇടയായി തീരട്ടെ. മറ്റ് ചിന്തകളെയൊക്കെ നമുക്ക് പിടിക്കാം. ഈ രാത്രി കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ അല്പസമയം ഇരുന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. ധാരാളം വചനം കേൾക്കുന്നവര്, ധാരാളം പ്രാർത്ഥിക്കുന്നവര്, ദൈവത്തെ സ്തുതിക്കുന്നവരൊക്കെ ഇന്ന് തുറന്നുള്ളതായ സമയം നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകും. പാട്ടുകളുമായി നാം ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകും. സ്വർഗത്തിലേക്ക് നാം എടുക്കപ്പെടുമ്പോൾ അവിടെ ആരാധനയുടെ സ്വരമാണ് ഉയരുന്നത്. നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ രാജാവായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നാം ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമായ ഒരു അനുഭവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ കർത്താവായിരിക്കുന്ന രാജാവായിരിക്കുന്നവനെ പാടി പുകഴ്ത്തുവാൻ തക്കവണ്ണം, അവനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുക്കിക്കാണ്ട് പല വിഷയങ്ങളുടെ മധ്യേ നാം ആയിരിക്കുന്നവരാകാം. പല ചിന്താകുലങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടാകാം. നാശകരമായ ചില ഗണികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. അതിനെയൊക്കെ ഓർത്ത് നമുക്ക് ഭാരമുണ്ടാകാം, പ്രയാസമുണ്ടാകാം. എന്നാൽ അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തുറന്നുള്ളതായ സമയം ഞാനും ദൈവവും മാത്രമായിരിക്കുന്നതായ കർത്താവിന്റെ സന്നിധിയിൽ ആളായിരിക്കുന്നതായ ഉത്തമമായ ബോധ്യം നമുക്ക് ധരിക്കട്ടെ. നിങ്ങളുടെ ചുറ്റുപാടുകളെ നോക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ആരാണെന്ന് നോക്കുവാനല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിലേക്ക് നോക്കുവാൻ, ഫോക്കസിംഗ് ഓൺ ജീസസ്, കർത്താവിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ രാത്രികാലം നമുക്കിടയായി തരട്ടെ. പ്രാർത്ഥിക്കാം. നിങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുക ദൈവമേ, സ്തുതിക്കപിതാവേ, നന്ദിയുടെ വാഴ്ത്തട്ടെ, സ്തുതിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ശനിയാഴ്ചയുടെ രാത്രികാലം കർത്താവ് ഞങ്ങൾക്ക് നൽകിയതിനാണ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് എത്ര നല്ലവനായിരിക്കുന്ന ദൈവം, വല്ലഭനായിരിക്കുന്ന ദൈവം, കൂടെ ഇരുന്നവനായിരിക്കുന്ന ദൈവം, ഇന്ന് പകൽക്കാലം ഞങ്ങളെ നടത്തിയവനായിരിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. പറഞ്ഞു പുകഴുവാൻ ഒന്നുമില്ലപ്പ. അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾ ആയിരിക്കുന്നെങ്കിൽ അങ്ങയുടെ കൃപയുള്ളത് മാത്രമാണ്, അങ്ങയുടെ ദൈവം മാത്രമാണ്, അങ്ങയുടെ വിശ്വസ്തതകളെ പുലർത്തിയത് കൊണ്ട് മാത്രമാണ്. ഇന്ന് രാത്രികാലം അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകളെ നോക്കുവാനല്ല, ഞങ്ങളുടെ പ്രതിസന്ധികളെ നോക്കുവാനല്ല, ഞങ്ങളുടെ ഭാരങ്ങളെ നോക്കുവാനല്ല, ഞങ്ങളെ വീണ്ടെടുത്തവനായിരിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്നവനായിരിക്കുന്ന അരുമനാഥന്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം, അങ്ങേ ആരാധിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഴയ അനുഭവമല്ല കർത്താവേ, ഒരു പുതിയ അനുഭവം, തേജസ്സിന്റെ അനുഭവം, സന്തോഷത്തിന്റെ അനുഭവം, വെറുതെ ചത്ത ശരീരങ്ങളായി ഇരിക്കുന്ന അനുഭവമല്ല കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, രാജാവിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഇരിക്കുന്നത് എന്നുള്ളതായ ഉത്തമമായ ബോധ്യത്തോടുകൂടെ. ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് ചെയ്തതിനെ ഓർത്ത് നന്ദി കരയറ്റുവാൻ കർത്താവ് ഈ രാത്രികാലം സഹായിക്കണം. എന്റെ കുഞ്ഞുങ്ങളെ പാടുവാൻ കർത്താവ് ബലപ്പെടുത്തുന്നതിനാണ് നന്ദി. അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ താലന്തുകൾക്കാണ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം കർത്താവ് നേതൃത്വം നൽകുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കുന്നതാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾ കഞ്ഞു കർത്താവ് കുഞ്ഞുങ്ങൾ കർത്താവിനെ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന ഒരു രാത്രികാലമായിരിക്കാൻ അനവധി കുഞ്ഞുങ്ങൾ നാമത്തേക്ക് കടന്നു വരാനൊന്നും കർത്താവെ ആഗ്രഹമില്ലാതെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ എവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വലിയ താല്പര്യത്തിനായിട്ട് നന്ദി. ഇന്ന് കർത്താവെ പല പ്രായത്തിലുള്ളതായ അടിയങ്ങളാണ് അങ്ങയുടെ സന്നിധി ഒരുമിച്ച് നന്ദി ആരാധിക്കട്ടെ. അവരുടെ കൂടെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. മഹത്വം അപ്പന് യേശുവിന്റെ നാമത്തിൽ തന്നെ. Hallelujah. Hallelujah. So I thank all of you all for joining in this 8 o'clock. A very hard, it's a very tense traffic. A lot of local train that we have catched is very hard to. But I thank God for everything that He has done for all of us. So we'll have it. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിയിടാം. എല്ലാവരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും വേഗമായി കൂടണം. We have to clap our hands on a full of the voices. Come on.
യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ
മദ്യവാൻ വെളിപ്പെടുമ്പോൾ കാലം ആസന്നമായ പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. Let's get ready for the second coming of Jesus. Let's all of us be ready and clap our hands and be joyful like this. I want this ambience. Let's clap our hands. കൈകൊട്ടി പാടാൻ നൽകുന്നു യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ. Sumana
this same attitude, and let's be in the same ambience. Let's keep praising the Lord, for He is good and His love endures forevermore. ദൈവകൃപയെ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചേരുകയും. Let's keep praising Him. Let's not stop. Let's be in the same ambience. Hallelujah. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നമുക്ക് കൈയോടെ അടിച്ചു നിൽക്കാറാണ്. അതേ നമ്മെ ചേർക്കുവാൻ വേഗം വരുന്നവരായിരിക്കുന്ന ആത്മബലനെ അതേ നോക്കുന്നതായ രാത്രികാലം ദൈവത്തിന്റെ സന്നദ്ധിയെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി കടന്നു വരുന്നതിന് മുമ്പായി ദൈവത്തെ സ്തുതിക്കുന്നതായ രാത്രികാലം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായ രാത്രികാലം, വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്ന രാത്രികാലം, സ്വർഗം സന്തോഷിക്കുന്ന രാത്രികാലമാണ് കേട്ടോ. ഹല്ലേലൂയ. ഒരു നീണ്ട ലിസ്റ്റ് കർത്താവിന് കൊടുക്കുന്നതല്ല, കർത്താവിനെ സ്തുതിക്കുന്നതാണ്. കർത്താവിനെ ചെയ്ത വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട്, കർത്താവിനെ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് വേണ്ടി ചെയ്തതായ അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട്, എന്റെ കുടുംബത്തിന്മേൽ വ്യാപരിച്ചതായ ദൈവ കൃപയെ ഓർത്തുകൊണ്ട്, വിടുതലിനെ ഓർത്തുകൊണ്ട്,
രാത്രി കാലം കർത്താവ് ഞങ്ങൾ പാടി സ്തുതിക്കുമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. അതാ സ്വർഗ്ഗം സന്തോഷിക്കുന്ന രാത്രി കാലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കൂടി വരുന്നിടത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവില, നാം ആയിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പില. ആ സാന്നിധ്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെ നോക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. നാം ആയിരിക്കുന്നത് രാജാവിന്റെ മുമ്പിൽ. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Thank you, Lord Jesus. ആത്മശക്തിയാൽ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Let's do it. Amen.
നാം ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ അതിന് തടസ്സമായിരിക്കുന്നതായ എല്ലാ ചങ്ങലകളെയും എല്ലാ മുട്ടുകളെയും കർത്താവിന്റെ നാമത്തിൽ ഇന്ന് ഹല്ലേലൂയ മാറി പോകുവാനായിട്ട് കർത്താവിനോട് തന്നെ പ്രാർത്ഥിക്കാം. അതെ, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവത്തെ കഴിഞ്ഞ കാലങ്ങളിൽ സ്തുതിച്ചതുപോലെ ഇത് സ്തുതിക്കുവാൻ ഇന്ന് കഴിയാതെ വണ്ണം ഹല്ലേലൂയ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ കർത്താവേ എന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവേ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ അഭിഷേകത്തിന്റെ അഗ്നിയെ നമ്മുടെ മേൽ അയക്കുന്നവനായിരിക്കണം തമ്പുരാൻ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാവുകയുള്ളവരെ ഹല്ലേലൂയ ഏറ്റെടുക്കുന്നതായ എത്ര പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ അഭിഷേകത്തെ പകരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ മനോഭാവമാണെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഹല്ലേലൂയ ആറ്റിറ്റ്യൂഡിനെ മനോഭാവത്തെ ഇത് രാത്രികാലം യേശു കർത്താവിന്റെ നാമത്തിൽ ഭർത്തിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ യേശു ജീസസ് തടസ്സമായി നിൽക്കുന്നത് ഹല്ലേലൂയ അങ്ങയുടെ മുഖത്തെ ഒന്ന് കാണുവാൻ തടസ്സമായി നിൽക്കുന്നത് അങ്ങയെ ആരാധിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് ഹല്ലേലൂയ പൊന്നു മുഖത്തെ ഒന്ന് കാണുവാൻ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ അങ്ങയെ ആരാധിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എന്നിലെ കുറവുകളെ എന്റെ കുറവുകളെ കർത്താവേ സന്തോഷമുണ്ട്. ഈ ആലയമായ സമയത്ത് പോലും ദൈവത്തെ ഇരുന്ന് ആരാധിച്ചതായ ഒരു അനുഭവം ഉണ്ട്. ദൈവത്തെ കണ്ടതായ ഒരു അനുഭവം ഉണ്ട് കേട്ടോ. ദൈവത്തെ കൈകൾ അടിച്ച് പാടി ഉയർന്ന ശബ്ദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ തമ്പാറുകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ചീറ്റിൽ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു കാലമുണ്ട്. ഇന്ന് ദൈവം ധാരാളമായിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നു. മനോഹരമായ ആലയമൊക്കെ നൽകി യേശുവൊക്കെ നൽകി തന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളോട് ചോദിച്ചാൽ ആലയങ്ങളിൽ ഇരുന്ന് ആരാധിച്ചതുപോലെ മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ളതായ ചിന്തയാണെങ്കിൽ അതല്ല പ്രിയമുള്ളവരെ. നീ ഭാരപ്പെടുന്നതായ ചിന്ത, നീ ഭാരപ്പെടുന്നത് നിന്നെ കുറിച്ച് ദൈവം എന്ന് പറയുന്നുള്ളതാണ്. രാത്രി കാലം എന്നെ നിങ്ങളെ നോക്കി ദൈവം എന്ന് പറയുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മെ അറിയുന്നവനായിരിക്കുന്നത്, കണ്ണുനീരിനെ അറിയുന്നവനായിരിക്കുന്നത്, കണ്ണുനീരിനെ കഴിഞ്ഞ കാലങ്ങൾ തുടച്ചവനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി കാലം നാം കടന്നു വന്നിരിക്കുന്നത് കേട്ടോ. മുഴങ്കാലുകൾ മടക്കിയപ്പോഴൊക്കെ ദൈവത്തിന്റെ ശക്തി അയച്ചു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി കാലം നാം കടന്നു വന്നിരിക്കുന്നത് മറന്നു പോകരുത്. നടത്തിയ ഒരു ദൈവമുണ്ട്, ഉയർത്തിയ ഒരു ദൈവമുണ്ട്. കണ്ണീരുണ്ടാകാം, പ്രയാസമുണ്ടാകാം, രോഗമുണ്ടാകാം, പക്ഷേ അതിനപ്പുറമായി നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മറന്നു പോകരുത്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. മാറാത്തവനായിരിക്കുന്ന ദൈവമാണ്. കല്ലുകൊണ്ടുണ്ടാക്കിയതല്ല കേട്ടോ, മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ല കേട്ടോ. കാണുന്നവനായിരിക്കുന്ന, കേൾക്കുന്നവനായിരിക്കുന്ന, നമ്മുടെ ഓരോ വിനവുകളെയും ഓരോ ചിന്തകളെയും അറിയുന്നവനായിരിക്കുന്ന, നിങ്ങളുടെ ഓരോ ഞരക്കങ്ങളെയും അറിയുന്നവനായിരിക്കുന്ന എത്രയോ അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് മാറിക്കടന്നു പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. എന്നാൽ അതിന്റെയൊക്കെ മധ്യത്തിൽ ചേർന്ന് യോഗ്യത നമുക്ക് ഉണ്ടോ? എന്തെങ്കിലും യോഗ്യത, ഒരു യോഗ്യതയില്ല. ഞാൻ എന്നെ അൺകണ്ടീഷണലായി സ്നേഹിച്ചു, അതീതമായി, സകലത്തിനും അതീതമായി നിന്റെ സ്വഭാവം നോക്കിയിട്ടല്ല, നിന്റെ മേന്മ നോക്കിയിട്ടല്ല, നിന്റെ സമ്പത്ത് നോക്കിയിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചതെന്ന് ദൈവം പറയുക. ദൈവം പറയുക, ഞാൻ നിന്നെ ഒന്നുമില്ലായ്മ നമ്മെ നടത്തിയവനായിരിക്കും ദൈവത്തെ ഒരു സ്തോത്രം പറഞ്ഞ് സ്തുതിക്കാൻ സാധിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ഈ ശബ്ദം ഉയരാനായി ദൈവം ആഗ്രഹിക്കുന്നത്, ഈ ശബ്ദം ഉയരാനായി ദൈവം ആഗ്രഹിക്കുന്നത്. ശത്രു പറയും എന്റെ നാവിനെ ഞാൻ ഉയർത്തിയില്ല, ശത്രു പറയും നിന്റെ നാവിൽ ഒരു സ്തോത്രം ഞാൻ ഉയർത്തിയില്ല എന്ന് പറയുമ്പോൾ എന്റെ ശത്രുവേ എന്റെ ജീവൻ തന്ന ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് പറയുന്നു. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, ലോകക്കാരെന്തും പറഞ്ഞോട്ടെ, അതല്ല ദൈവം നിന്നെ നോക്കുന്നവനായിരിക്കുന്നത്. ദൈവം നിന്റെ കണ്ണുനീരിനെ കണ്ടവനായിരിക്കുന്ന ദൈവം. നിന്റെ ഉള്ളത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന വിഷമസന്ധിയെ കാണുന്നവനായിരിക്കുന്ന ദൈവം ഇന്ന് മധ്യത്തിലുള്ളത് കേട്ടോ. ഭാരപ്പെടാൻ ആവശ്യമില്ല, ഭാരത്തെ നീക്കുന്നവനായിരിക്കുന്ന ദൈവം. തിരിച്ചുള്ള മധ്യത്തിൽ നിന്നോട് കൂടിയിരിക്കുന്നവനായ ദൈവം, നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല കേട്ടോ.
തീച്ചുകളിൽ നീ കടന്നുപോയാൽ അതിന്റെ മധ്യത്തിൽ വരുന്നവരായിരിക്കണം, നല്ലവനായിരിക്കണം. ആരോടും ചില കാര്യങ്ങളൊക്കെ ഓർത്ത് ധാരാളമായിട്ട് നാം ആകുലപ്പെടുന്നവരാ, ചോദിച്ചതായ ചില നാളുകളോട്, ചില രാത്രികളോട്, ചില രാത്രികളിൽ കണ്ണുനീരില്ലാതെ ഉറങ്ങുവാനായിട്ട് സാധിക്കാത്തതായ ചില പ്രിയപ്പെട്ടവരുണ്ട്. നിന്റെ കണ്ണുനീരിനെ ദൈവം കണ്ടിരിക്കുന്നു. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു, ദൈവത്തിന് വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, നാമത്തെ ഉയർത്തുന്നു. ദൈവം കാണുന്നു. അവന്റെ പക്കൽ കൂലിയുണ്ട്. നീ പ്രവർത്തിച്ചെങ്കിൽ അവന് കൂലി തരും. അവൻ നീതിമാനായിരിക്കുന്ന ദൈവമാണ്. നീതിയില്ലാത്തവനായിരിക്കുന്ന ദൈവമല്ല കേട്ടോ. അവനെ കാണുന്നവനായിരിക്കുന്ന ദൈവമാണ്. നിന്റെ പേർ ചൊല്ലി വിളിക്കുന്നവനായിരിക്കുന്ന ദൈവമാണ്. നിന്റെ കരത്തെ അവൻ പിടിച്ചിരിക്കുക. നിനക്കത് കാണുവാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് കുഴപ്പമില്ല. നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റം പറയും. ദൈവമേ, നീ എന്താ എന്നെ കാണാത്തത്? നീ എന്താ എന്റെ കരം പിടിക്കാത്തത്? അല്ലേ അല്ല. ദൈവം പറയുക, ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. നീ എന്റെ കരങ്ങളില്ല. എന്തിനാ ഭാരപ്പെടുന്നത്? രാത്രി ഞാൻ ഓർപ്പിച്ചു പറയട്ടെ, വലിയവനായിരിക്കുന്ന ദൈവം കൂടെ, ഇമ്മാനുവേലായിരിക്കുന്ന കർത്താവ് കൂടെ. ഭാരപ്പെടേണ്ട ആവശ്യമില്ല, പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ചെയ്യുന്നതൊന്ന് മാത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയവനായിരിക്കുന്ന ദൈവത്തെ തിരിഞ്ഞു പോകുന്നുണ്ട്. ഇന്ന് ദൈവത്തിന്റെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ, സ്തുതിയുടെ സ്തോത്രങ്ങൾ കരയറ്റുവാൻ സാധിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. ദൈവമോട് ഇടപെടുന്നവനായിരിക്കുന്ന ദൈവമാണ്. ലോകത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മാറത്തില്ല, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ മധ്യത്തിലുണ്ടല്ലോ നിന്നെ കാണുന്നവനായിരിക്കുന്ന ദൈവമാണ്. നിന്നെ കാണുന്നവനായിരിക്കുന്ന ദൈവം കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്നവനായിരിക്കും. പ്രതിസന്ധിയിൽ നിന്ന് ഇറങ്ങി വരുന്നവനായിരിക്കും. നിന്റെ തലയെ മറ്റൊരു മുമ്പിൽ പിടിക്കുവാൻ ദൈവം അനുവദിക്കുക കേട്ടോ. നിന്നെ മാനിക്കുന്നവനായിരിക്കുന്ന ഞാൻ മാനിക്കും. വാഗ്ദത്തം കൊണ്ട് പ്രിയമുള്ളവരെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വലിയവനായിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ രാത്രിക്കാണ് കർത്താവ് നമ്മെ സഹായിച്ചത്. സ്തുതിയുടെ സ്തോത്രങ്ങളുടെ ശബ്ദം ഉയർത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അത് നമുക്ക് നന്ദി അറിയട്ടെ. കർത്താവേ, അങ്ങയോടെ ഇങ്ങനെ വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ നമ്മുടെ സന്നദ്ധയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നമ്മെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ നിങ്ങളെ സഹായിച്ചതുപോലെ കാണുന്ന നന്ദി കർത്താവ്. കണ്ണുനീരുടെ പ്രയാസമുണ്ട് കർത്താവ്, അറിയാം. അതിനപ്പുറമായി വ്യാപരിക്കുന്ന ദൈവിക ശക്തികളുള്ളതായിട്ട് നന്ദി. ഈ കൂടാരങ്ങൾ പകർന്നിരിക്കുന്ന നമ്മുടെ ശക്തിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം. കർത്താവ് നിങ്ങളെ കണ്ടിരിക്കാൻ നന്ദിയോടെ വാഴ്ത്തുന്നു. സ്തോത്രങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ